ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാപ്പരാവുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ് വെച്ചാൽ ഹോസ്പിറ്റലിൽ പോണത് ആരും ഒരു പോസിറ്റീവ് മൈൻഡോടെ നമ്മൾ ഫുള്ള് നെഗറ്റീവായിട്ട് തന്നെയാണ് പോണത്. അതായത് അൺഎക്സ്പെക്റ്റഡ് ബിൽസ് വരുമ്പോൾ നമ്മുടെ ഉള്ള മനസ്സമാധാനം കൂടെ പോകും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അഡ്മിഷൻ ആവാൻ. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇതെല്ലാം ഭയങ്കര നേരത്തെ പറഞ്ഞ ഒരു എക്സ്പെൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണക്കാരുടെ ഫാമിലി ഒരു മാസം അല്ലെങ്കിൽ ഒരു പ്രീമിയം എമൗണ്ട് ആയിട്ട് ഒരു എത്ര എമൗണ്ട് ചിലവാക്കേണ്ടി വരും EMI ആയിട്ട് അടയ്ക്കാൻ പറ്റിയത്. ഇൻഷുറൻസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുമ്പോഴോ എടുക്കുന്ന ഒരു മേജർ മിസ്റ്റേക്ക് ഒന്നെന്ന് പറഞ്ഞത് മെഡിക്കൽ ഇൻഷുറൻസ്. രോഗങ്ങളും അപകടങ്ങളും വരുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി ആലോചിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലത്ത് പലരും അതിനെപ്പറ്റി ജാഗരൂകരാണ് എങ്കിൽ തന്നെയും എന്ത് ഇൻഷുറൻസ് എടുക്കണം, എത്ര രൂപയുടെ കവറേജ് വേണം, അല്ലെങ്കിൽ എന്തൊക്കെ അസുഖങ്ങൾ അതിൽ ഉൾപ്പെടുത്തുന്നു, ഇതൊന്നും അറിയില്ല. അപ്പോൾ ആക്ച്വലി നമ്മളൊരു മെഡിക്കൽ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ പാപ്പരാവുന്നതിൻ്റെ മെയിൻ കാരണം എന്താണ്? ഒരു അസുഖം വന്നാൽ ചികിത്സിച്ച് പാപ്പരാവും. മെഡിക്കൽ ബിൽസ്. മെഡിക്കൽ ബില്ല് തന്നെയാണ് ഫസ്റ്റ് റീസൺ നമ്മുടെ ലൈഫിൽ എല്ലാ സമാധാനം പോകാനുള്ളൊരു കാരണം. അപ്പം നമ്മളപ്പോൾ നോക്കേണ്ടത് എന്താണ്? നമ്മളെ സമാധാനം കൂട്ടാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഒരു കവറേജ്, ഒരു ഇൻഷുറൻസ് വേണം. നമ്മൾ പലപ്പോഴും വിചാരിക്കും ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചിലവാണ് ആ ഇൻഷുറൻസ് പ്രീമിയം അടയ്ക്കുന്ന ടൈമിൽ. പക്ഷേ ഒരു അസുഖം വരുമ്പോൾ ഇതായിരിക്കും ചിലപ്പോൾ നമ്മളെ ലൈഫ് സേവ് ചെയ്യുക. അപ്പോൾ നമ്മൾ അത് നോക്കേണ്ടത് നെക്സ്റ്റ് തിങ് എന്താണെന്ന് വെച്ചാൽ ഏത് ഇൻഷുറൻസ് എടുക്കണം, എന്ത് കവറേജ് വേണം, ആരൊക്കെ ഇതിൽ കൂട്ടണം, എൻ്റെ അച്ഛനമ്മയും വേണോ, എൻ്റെ കുട്ടികളെ വേണോ, എൻറ്റയർ ഫാമിലി, അത് ഏത് ടൈപ്പ് ഇൻഷുറൻസ്, പിന്നെ നമ്മുടെ ബഡ്ജറ്റ്, പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഇൻഷുറൻസിൻ്റെ ആ ഇൻഷുറൻസ് കമ്പനിയുടെ റെപ്യൂട്ടേഷൻ നമ്മൾ നോക്കണം. അതായത് ചില ഇൻഷുറൻസുകൾ വളരെ തുച്ഛമായ ഒരു അമൗണ്ടിന് കുറേ സാധനങ്ങൾ കവർ ചെയ്യും എന്ന് പറയും. പക്ഷേ നമ്മളിപ്പം ഇത് സെർച്ച് ചെയ്യുമ്പോഴേ നമ്മളിപ്പം നമ്മൾ റിസർച്ച് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ ഉപയോഗിക്കുന്ന നെറ്റിലാണല്ലോ. പക്ഷെ അതിനകത്ത് കിട്ടുന്ന പല കാര്യങ്ങളും നമുക്കൊരു എന്താ പറയുക പേ ചെയ്ത് അത് ഈ റേറ്റിംഗ്സ് കൊടുക്കാൻ പറ്റും. എല്ലാ കാര്യവും അങ്ങനെയാണ്. അപ്പം നമുക്ക് ഈ പറയുന്ന പോലെ ഹോസ്പിറ്റൽസ് അന്വേഷിക്കുന്നതാണോ ബെറ്റർ, ഈ പറയുന്ന ഇൻഷുറൻസ് കമ്പനീസ് അന്വേഷിക്കുന്നതാണോ ബെറ്റർ? നല്ലൊരു ഏജന്റ് ഉണ്ടെങ്കിൽ നത്തിങ് ലൈക്ക് ഇറ്റ്. നല്ലൊരു റിലയബിൾ ഏജന്റ്, നമ്മൾ അവരുടെ റെപ്യൂട്ടേഷൻ നോക്കിയാൽ മതി. അവർ കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും, നല്ല ഏജൻസ്. അതായത് നമ്മുടെ ഒരു സിറ്റുവേഷൻ, നമ്മുടെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, നമ്മുടെ എക്കണോമിക് ബാക്ക്ഗ്രൗണ്ട്, അതായത് നമ്മുടെ സ്പെൻഡിങ് കപ്പാസിറ്റി, നമ്മുടെ റിക്വയർമെൻറ്റ്സ് എല്ലാം നോക്കിയിട്ട് നല്ല ഏജൻസ് എല്ലാം നമുക്ക് പറഞ്ഞു തരും, ഓപ്ഷൻസ് തരും. ഇതാണ് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ. അതായത് ഈ ബാങ്കുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ട് ഇൻഷുറൻസ് ഇതൊക്കെ ഉണ്ടാവില്ലേ? ഫെഡറൽ ബാങ്കിന് അവർക്ക് ഏജിയാസ് ഉണ്ട്, ഇവിടെ എർഗോ, അങ്ങനെ കുറെ ഇല്ലേ? അവരെ മീറ്റ് ചെയ്താൽ മതിയോ? നമ്മൾ ഏജന്റ് എന്ന് പറയുമ്പോൾ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇൻഷുറൻസ് ഏജൻസ് എന്ന് പറഞ്ഞ തന്നെ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ഉണ്ട്. പിന്നെ നമുക്ക് ഓൺലൈനും ഇതാണ് ഡ്യൂ ഡെലിജൻസ് എന്ന് പറയുന്നത്. നമ്മൾ അതിനെപ്പറ്റി റിസർച്ച് ചെയ്യണം. നമ്മൾ കുറേ വായിക്കുമ്പോൾ എൻ്റെ ഇതിൽ എപ്പോഴും നമ്മൾ റിവ്യൂസ് നോക്കുമ്പോൾ കോമൺ പാറ്റേൺസ് നോക്കിയാൽ മതി. റിവ്യൂസിൽ നെഗറ്റീവ് റിവ്യൂസ് കോമൺ ആയിട്ടുള്ള പാറ്റേൺസ് ആണെങ്കിൽ അതിലെപ്പോഴും ഒരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ റെസ്റ്റോറൻ്റ് ആയാലും ഇല്ല ഒരു കടയായാലും ഒരു ക്ലോത്തിങ് ബ്രാൻഡ് ആയാലും എല്ലാത്തിലും ഒരു പാറ്റേൺ നോക്കിയാൽ മതി. നെഗറ്റീവ് പറഞ്ഞ കാര്യങ്ങളെല്ലാം സിമിലർ ആണെങ്കിൽ ഒന്ന് ആലോചിക്കുക എന്തെങ്കിലും ഇതിൽ കൂടുതലുണ്ടോ ആൻഡ് ഡു എ റിസർച്ച് അബൌട്ട് ഇറ്റ്. ഇതൊരു സമയമെടുത്ത് ചെയ്യേണ്ടതാണ്. ഇടുപിടിന്ന് ഒരു എന്താ പറയുക സാരി എടുക്കാൻ പോണ പോലെ എടുക്കേണ്ട ഒരു സംഭവം അല്ല ഇൻഷുറൻസ്. പൊതുവെ എപ്പോഴും ഹോസ്പിറ്റലുകാർ പഴി കേൾക്കുന്ന അല്ലെങ്കിൽ അവർ വഴക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസുമായി ചെല്ലുമ്പോൾ ഈ ഹോസ്പിറ്റൽ ഈ ഇൻഷുറൻസ് കമ്പനിയുമായിട്ട് മെർജ്ഡ് അല്ല, അല്ലെങ്കിൽ ലിസ്റ്റഡ് അല്ല. അപ്പം നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നതിന് മുമ്പ് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്? ഓക്കെ, ആദ്യം നോക്കേണ്ടത് നമ്മുടെ പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസ്. പ്രീ എക്സിസ്റ്റിംഗ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഇതിനു മുമ്പ് എന്തെങ്കിലും അസുഖങ്ങളോ കണ്ടീഷൻസോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു ഇൻഷുറൻസ് ആയിരിക്കണം നമ്മൾ എടുക്കേണ്ടത്. അതായത് ഞാനിപ്പോൾ ഒരു ഇൻഷുറൻസ് എടുക്കുകയാണെങ്കിൽ എനിക്ക് എന്തൊക്കെ അസുഖങ്ങളുണ്ട് എന്നുള്ളത് ആദ്യമേ തന്നെ ഇവരോട് പറഞ്ഞ് അത് ഡോക്യുമെന്റ് ചെയ്യണം. അല്ലെങ്കിൽ നമ്മൾ ഈ ടെസ്റ്റ് റിസൾട്ട്സ് ഒക്കെ ആയിട്ടല്ലേ ഇൻഷുറൻസ് എടുക്കുക? അവർ നമ്മളോട് പറയുമല്ലോ ഇന്നതൊക്കെ കണ്ടുപിടിച്ചിട്ട് വാന്നൊക്കെ. അവരങ്ങനെ പറയും. ചില ഏജൻസ്, ഞാൻ ഇപ്പോഴും പറയാണ്, ഇപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ അവർ ഇപ്പോൾ നമുക്കൊരു ഇൻഷുറൻസും കിട്ടില്ല എന്ന് വകുപ്പുണ്ടെങ്കിൽ അവർ പറയും
തൽക്കാലം മറച്ചു വെക്കൂ, പറയണ്ട, ആരും അറിയില്ല. അതൊരു ഭയങ്കര തെറ്റായൊരു കാര്യമാണ്. കാര്യം എന്താന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് എനിക്കൊരു അസുഖമുണ്ട് എന്ന് കൂട്ടിക്കോ, ഡയബറ്റിസ്. ഞാൻ ഡയബറ്റിസ് ആയിട്ട് എനിക്ക് കുറേ അത് കാരണം കുറേ കണ്ടീഷൻസ് വരാം. ഞാൻ അപ്പോൾ ഇങ്ങനെ ഞാൻ ചിലപ്പോൾ കണ്ടീഷൻ പറയുമ്പോൾ പ്രീമിയം കൂടാനുള്ള ചാൻസ് ഉണ്ട്. അതായത് ഞാൻ എത്ര കെട്ടിവെക്കുന്ന പൈസ കൂടാനുള്ളൊരു ചാൻസ് ഉണ്ട്. അപ്പോൾ ചില ഏജൻസ് പറയും അതിപ്പോൾ പറയണ്ട, കുഴപ്പമില്ല, അതിപ്പോൾ ആരും അറിയില്ല. പക്ഷെ നിങ്ങളിപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ, ഇപ്പോൾ ഞാനൊരു ഹോസ്പിറ്റലിൽ പോയി എന്ന് വിചാരിക്കുക, ഒരു അറിയപ്പെട്ടൊരു ഹോസ്പിറ്റലിൽ ഞാൻ കുറേ കൊല്ലമായിട്ട് അവിടുത്തെ ട്രീറ്റ്മെൻറ്റിലാണ്. അവർക്ക് എന്തായാലും എൻ്റെ ഹിസ്റ്ററി ഉണ്ടാവുമല്ലോ. ഞാനൊരു ഡയബറ്റിക് പേഷ്യൻ്റ് അന്ന്. ഇപ്പോൾ ഞാൻ ഇന്നലെയാണ് ഇൻഷുറൻസ് എടുത്തത്. നാളെ എനിക്കൊരു അസുഖം വന്നു, ഞാൻ ഇൻഷുറൻസ് ക്ലെയിമിനിട്ടപ്പോൾ ഇവർ എന്തായാലും വന്ന് നമ്മുടെ ഫയല് പരിശോധിക്കും. ഇപ്പോൾ എല്ലാ ഇൻഷുറൻസും ഹോസ്പിറ്റലിൽ വന്ന് ഫയല് പരിശോധിക്കുന്നൊരു ഏർപ്പാടുണ്ട്. അപ്പോൾ അവർ കണ്ടുപിടിച്ചു 10 കൊല്ലം മുമ്പ് എനിക്ക് ഡയബറ്റിസ് ഉണ്ട്. ഞാൻ പക്ഷെ പറഞ്ഞിട്ടില്ല. അല്ല, പക്ഷെ ഡയബറ്റിസ് ഉണ്ടെന്നല്ലേ പറയാത്തത്. ഞാൻ ഇപ്പൊ എനിക്കാണ് ഡയബറ്റിസ് ഉള്ളത്, അല്ലെങ്കിൽ ഞാൻ ഡയബറ്റിക് പേഷ്യന്റ് ആണെങ്കിൽ ഞാൻ വേറെ ന്യൂറോ പ്രോബ്ലം ആയിട്ടാണ് ചെന്നേക്കുന്നത്. അത് അവര് ലിങ്ക് ചെയ്യും. ന്യൂറോ പ്രോബ്ലത്തിനുള്ള ഇൻഷുറൻസ് തന്നാ മതി. ഡയബറ്റിസ് ഉണ്ടോന്ന് ഇല്ല, അത് പക്ഷേ അവർക്കത് എക്സാക്ട്ലി അങ്ങനെ ആവും. പക്ഷെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. നിങ്ങളത് പറഞ്ഞില്ല. ദ ഇൻഷുറൻസ് ഹാസ് എവറി റൈറ്റ് നമ്മളെ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യാൻ, നമ്മളെ നമ്മുടെ ഫാമിലിയും. പിന്നെ നമുക്ക് കുറെ കൊല്ലം ചിലപ്പോൾ ഇൻഷുറൻസ് കിട്ടിയില്ല എന്നിരിക്കും, നമ്മൾ ബ്ലാക്ക് ലിസ്റ്റഡ് ആയ. അപ്പം അതിനും ഭേദം എന്താണ്, ജസ്റ്റ് പറയാ. പക്ഷെ ഇതിൻ്റെ വേറൊരു സങ്കടമുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പം ഡയബറ്റീസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കുഴപ്പമില്ല, നമുക്ക് പറഞ്ഞാൽ നമുക്ക് ഇൻഷുറൻസ് കിട്ടും. പക്ഷേ എനിക്കിപ്പോൾ ഒരു വലിയ അസുഖം വന്നു, ഒരു 10 വർഷം മുമ്പ് എനിക്കൊരു വലിയ അസുഖം വന്നു, ലൈക്ക് സേ ഹാർട്ട് അറ്റാക്ക് ഓർ ക്യാൻസർ, അങ്ങനെ എന്തെങ്കിലും ഒരു അസുഖം എനിക്ക് വന്നു. അന്ന് എനിക്ക് ഇൻഷുറൻസ് ഉണ്ടായിരുന്നില്ല. അന്ന് ഇപ്പോൾ ആ കാലം അങ്ങനെയായിരുന്നു, എല്ലാവരും ഇൻഷുറൻസ് എടുക്കുന്ന ഒരു കാലമല്ലായിരുന്നു. ട്രീറ്റ്മെൻ്റ് ഒക്കെ കഴിഞ്ഞ് ഞാൻ ഓക്കെ ആണ്, ഇത്രയും കൊല്ലം ഐ എം 100% ഓക്കെ. പക്ഷെ പ്രശ്നം എന്താ, എനിക്ക് പിന്നെ ഒരു ഇൻഷുറൻസും ആരും തരില്ല. അത് നമ്മൾ ഇത് കിടക്കുന്നതുകൊണ്ട് ആരും ഇൻഷുറൻസ് ഒരു കുഞ്ഞ് ജനിക്കുമ്പോൾ തന്നെ ആ കുട്ടിക്കുള്ള ഗിഫ്റ്റ് ആയിട്ട് തന്നെ ഒരു ഇൻഷുറൻസ് കൊടുക്കുക എന്നുള്ളത്. എക്സലന്റ്, വെരി കറക്റ്റ്. നമ്മൾ ഏറ്റവും എന്താ പറയുക, ആ കൊച്ചിനോട് ചെയ്യുന്ന ഏറ്റവും ഒരു വലിയൊരു കരുണയായിട്ടാണ് ഞാൻ കണക്കാക്കുള്ളൂ. എന്ത് ചെയ്തു ആ കുട്ടി, ഇവിടെ ഇങ്ങനെയാണ് നമ്മുടെ ഈ സിസ്റ്റം പോണത്. അപ്പോൾ അറ്റ് ദ ഏർലിയസ്റ്റ് കുട്ടി ജനിക്കുമ്പോൾ തന്നെ ഇൻഷുറൻസ് എടുക്കുക. പിന്നെ നിങ്ങൾ ചോദിച്ചു ഈ ഇൻഷുറൻസ് എടുക്കുമ്പോൾ എന്തൊക്കെ കരുതണം എന്ന്. എല്ലാ ഇൻഷുറൻസിനും വെയിറ്റിംഗ് പീരീഡ് എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. അതായത് ഇപ്പോൾ ബില്ല് അടച്ചു കഴിഞ്ഞ് ഇത്ര നാൾ വെയിറ്റ് ചെയ്യേണ്ട. യെസ്, ആ ഒരു ഇൻസ്റ്റാൾമെന്റ് അടച്ചതിന് ശേഷം എല്ലാ അസുഖങ്ങൾക്കും കണ്ടീഷനും ഒരു വെയിറ്റിംഗ് പീരീഡ് ഉണ്ട്. അത് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. അതായത് ഇപ്പോൾ ഞാൻ ബേസിക്കലി സംബന്ധിച്ചാൽ ഒരു കല്യാണം കഴിച്ച സമയത്ത് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുന്നു, വിത്തിൻ 1 ഇയർ പ്രഗ്നന്റ് ആകുകയാണെങ്കിൽ അത് നമുക്ക് ഇൻഷുറൻസിൽ ആഡ് ചെയ്യാൻ പറ്റില്ല. അത് ആക്സിഡന്റ് ഇസ് കവേർഡ്. പക്ഷെ അഗൈൻ അത് നമ്മൾ ഫൈൻ ലൈൻസ് നമ്മൾ നമ്മുടെ ഇൻഷുറൻസിന്റെ വായിച്ച് നോക്കണം എന്തൊക്കെയാണ് കവേർഡ്. കാര്യം ഹോസ്പിറ്റലിൽ വരുമ്പോൾ പല ആൾക്കാരും നമ്മളടുത്ത് വന്ന് പറയാറുണ്ട്, എൻ്റെ ഒരു ഇൻഷുറൻസ് ഉണ്ട്, എനിക്ക് ഏത് റൂമും കിട്ടും, ഏത് കണ്ടീഷനും കവേർഡാണ്. പക്ഷെ അത് ഫൈൻ ലൈൻസ് അവർ വായിച്ച് നോക്കിയിട്ടില്ല. ഏത് റൂം എന്ന് പറഞ്ഞാൽ ആ റൂമിന് ഒരു എമൗണ്ട് ഉണ്ടാവും, ആ എമൗണ്ടിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. പക്ഷേ ആൾക്കാർക്ക് ഭയങ്കര വാശിയാണ്. ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു പൈസയും എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ കൊടുക്കില്ല. തെറ്റായ ധാരണയാണ്. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പറഞ്ഞ പോലെ ജൂബിൻ പറഞ്ഞ പോലെ, ഇപ്പോൾ എൻ്റെ കല്യാണം ഇന്ന് കഴിഞ്ഞു, ഞാനൊരു ഇൻഷുറൻസ് എടുത്ത് ഞാൻ ഗർഭിണിയായി, 10ാം മാസത്തിൽ ഞാൻ പ്രസവിക്കാൻ നാട്ടുകട പോലെ വിചാരിച്ചു. എൻ്റെ കയ്യിൽ നിന്ന് ഞാൻ തന്നെ കൊടുക്കേണ്ടി വരും പൈസ. കാര്യം ഒരു ക്യാഷ്ലെസ് എന്ന് പറഞ്ഞാൽ ഞാൻ ക്യാഷ്ലെസ് ആവും. ആ വെയിറ്റിംഗ് പീരീഡ് ഓരോ ഇൻഷുറൻസിനും ഓരോ പോലെയാണ്. ചിലതിന് 1 ഇയർ ആണ്, ചിലതിന് 2 ഇയേഴ്സ്, 2 വർഷമുണ്ട്. അപ്പോൾ അതൊക്കെ പ്ലാൻ ചെയ്ത് വേണം കാര്യങ്ങൾ മുന്നോട്ട് പോവാൻ. അപ്പോൾ ഓരോ കണ്ടീഷനും അങ്ങനെ ഉണ്ട്. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മളിപ്പോൾ ആദ്യം പ്രീ എക്സിസ്റ്റിംഗ് കണ്ടീഷൻസിൻ്റെ കാര്യം പറഞ്ഞു, നമ്മൾ ഇൻഷുറൻസിനെ പറ്റി സ്റ്റഡി ചെയ്തു, നമ്മൾ വെയിറ്റിംഗ് പീരീഡ്സ് സ്റ്റഡി ചെയ്തു. ഇത് കഴിഞ്ഞ് ഞാനൊരു ആശുപത്രിയിൽ കയറുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഒരു വർഷത്തിൽ എത്രയാണ് എൻ്റെ സ്പെൻഡ്. ഇപ്പോൾ ഒരു വർഷമാണ് ഒരു വർഷത്തിൽ 1 lakh ആണ് എൻ്റെ സ്പെൻഡ് എന്ന് വെച്ചാൽ,
ഞാൻ ഹോസ്പിറ്റലിൽ കയറുന്നതിന് മുമ്പ് തന്നെ ആദ്യം ഞാൻ നോക്കേണ്ടത് എൻ്റെ കണ്ടീഷൻ എത്രയാണ് ഇവർ പൈസ തരാം, എത്ര എൻ്റെ കയ്യിൽ നിന്ന് പോകാം, പിന്നെ ഈ ഹോസ്പിറ്റലിൽ എനിക്ക് പോവാമല്ലോ, അതായത് ഒരു ഓപ്പറേഷൻ ഉണ്ടെങ്കിൽ ആ ഓപ്പറേഷൻ ഇവിടെ ചെയ്താൽ ഈ ഇൻഷുറൻസ് ക്ലെയിം. അപ്പോൾ എപ്പോഴും ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ആദ്യം ഫോം വിളിച്ച് ചോദിക്കുക, ഏത് കണ്ടീഷന് പോണേ മുമ്പ് നമുക്ക് മനസ്സമാധാനത്തോടെ പുറത്തിറങ്ങണം. വെച്ചാൽ ഹോസ്പിറ്റലിൽ പോണത് ആരും ഒരു പോസിറ്റീവ് മൈൻഡോടെ, നമ്മൾ ഫുള്ള് നെഗറ്റീവായിട്ട് തന്നെയാണ് പോണത്. അപ്പോൾ ഈ ബില്ലും കൂടെ വരുമ്പോൾ, അതായത് അൺഎക്സ്പെക്റ്റഡ് ബിൽസ് വരുമ്പോൾ നമ്മളെ ഉള്ള മനസ്സമാധാനം കൂടെ പോകും. അപ്പോൾ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം അഡ്മിഷൻ ആവാൻ. പിന്നെ ഈ എല്ലാ ഇൻഷുറൻസിലും ഇപ്പോൾ ഓരോ ന്യൂറോ അല്ലെങ്കിൽ ഹാർട്ടിനുള്ളത് അല്ലെങ്കിൽ കിഡ്നി, ഇങ്ങനെ ഓരോ ഭാഗത്തിനും ഓരോ ഇതല്ലേ, ഇതെല്ലാം കൂടി കവർ ചെയ്തിട്ടുള്ള ഇൻഷുറൻസിന് ഭയങ്കര എമൗണ്ടും ആവുമോ? അതെങ്ങനെ റിലേറ്റഡ്? അത് നമ്മൾ ഏജൻ്റായിട്ട് തന്നെ സംസാരിക്കുക. ഞാൻ പറഞ്ഞല്ലോ, നമുക്കൊരു ബഡ്ജറ്റ് ഉണ്ടാവും. ആ ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു ഇൻഷുറൻസ് വേണം നമ്മൾ എടുക്കാൻ. നമ്മൾ അവരോട് പറയാം എനിക്ക് ഇത്രയും സ്പെൻഡ് ചെയ്യാൻ പറ്റും. അവർ ചോദിക്കുക നമ്മളോട് ആദ്യം തന്നെ, എത്ര സ്പെൻഡ് ചെയ്യാൻ നിങ്ങളെ കൊണ്ട് പറ്റും, ഇന്ന കാര്യങ്ങളാണ് നടക്കുക എന്ന് വെച്ചാൽ. ചില ഇൻഷുറൻസ് പൈസയും ഭയങ്കര കുറവാണ്, കിട്ടുന്ന ബെനിഫിറ്റും അതേപോലെ തന്നെ കുറവാണ്. അപ്പോൾ പലപ്പോഴും നമ്മുടെ ഹോസ്പിറ്റലിൽ കുറേ പേര് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. ഞങ്ങൾ ക്യാഷ്ലെസ് ആണ്, ഞങ്ങൾക്ക് സ്വീറ്റ് റൂം തന്നെ വേണം. പക്ഷെ അവിടെ അവർ ക്ലിയർ ആയിട്ട് അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ഇന്ന ആൾക്ക് സിംഗിൾ റൂം AC മാത്രമേ കിട്ടുള്ളൂ. പക്ഷേ ഏജന്റ് അവരോട് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഏത് റൂമും കിട്ടും, ഒന്നും കയ്യിൽ നിന്ന് കൊടുക്കണ്ട. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും നമ്മൾ ഡ്യൂ ഡെലിജൻസ്, അതായത് നമ്മൾ ഏത് കാര്യം പറയുന്നതും നമ്മളൊന്ന് ഡബിൾ കൺഫേം ചെയ്യണം. ഒരു കാര്യം, നമ്മളിപ്പോൾ ഒരു ഡയഗ്നോസിന് വേണ്ടി ചെന്നു, ഡയഗ്നോസിന് ചെല്ലുമ്പോൾ ഡോക്ടർ പറഞ്ഞു ഇന്ന കാര്യങ്ങളുണ്ട്, ചിലപ്പോൾ ഇതിനൊരു ഓപ്പറേഷൻ ആവശ്യമുണ്ട്. അപ്പം ഈ ഓപ്പറേഷൻ നമുക്കൊരു വലിയ തുക ചിലവാകും. അപ്പം ഞാൻ അപ്പം തന്നെ ഈ ഇൻഷുറൻസിന്റെ ഞാൻ എടുത്തിട്ടുള്ള ഇൻഷുറൻസ് ഈ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഇത് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് ഇതിനകത്ത് അണ്ടർഗോ ചെയ്യാൻ പറ്റും, അവരത് പറഞ്ഞുതരും. എന്തൊക്കെ ഇപ്പൊ ട്രീറ്റ്മെന്റ്സ് ആണെങ്കിലും റൂം ആണെങ്കിലും ഫെസിലിറ്റീസ് ആണെങ്കിലും എന്തൊക്കെ ചെലവ് വരും, എന്റെ കയ്യിൽ നിന്നാണെങ്കിൽ എന്ത് വരും. അപ്പൊ അങ്ങനെ മേടിച്ചെടുക്കുന്നതല്ലേ ഏറ്റവും നല്ലത്. പിന്നെ നമ്മൾ എപ്പോഴും നമുക്കൊരു ഓപ്പറേഷൻ വേണം എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് നമ്മൾ പോകേണ്ടത് ഫിനാൻഷ്യൽ കൗൺസിലിങ്ങിന് പോകണം. അപ്പോൾ അവർ നമുക്ക് അതിൻ്റെ എന്താ പറയുക എസ്റ്റിമേറ്റ് തരും. പിന്നെ നമ്മൾ പോകേണ്ടത് നെക്സ്റ്റ് ഇൻഷുറൻസിലോട്ടാണ്. അപ്പോൾ അവർ പറഞ്ഞു തരും. അവരാദ്യം നമ്മളോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് എത്രയാണ് നിങ്ങളുടെ ഒരു വർഷത്തെ സ്പെൻഡ്, ഇതിന് മുമ്പ് ഈ വർഷം നിങ്ങൾ ഹോസ്പിറ്റലിൽ വേറെ വല്ല ട്രീറ്റ്മെൻറ്റിന് പോയിട്ടുണ്ടോ. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ 1 lakh ഇപ്പോൾ നിങ്ങൾക്ക് ഒരു വർഷത്തിൽ നിങ്ങളുടെ സ്പെൻഡ് എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ അതിന് മുമ്പ് വേറൊരു ഹോസ്പിറ്റലിൽ വേറെ ട്രീറ്റ്മെൻറ്റിന് പോയി. അപ്പോൾ അത് നിങ്ങൾക്ക് എന്താ പറയുക, നിങ്ങൾ അവിടെ ഒരു 75,000 ഓൾറെഡി സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ നമുക്ക് 1 ലക്ഷം രൂപയാണ് നമ്മുടെ ഇപ്പോഴത്തെ ട്രീറ്റ്മെൻറ്റിന്. അപ്പോൾ ഞാൻ പറയുന്നത് കുഴപ്പമില്ല, 1 lakh ഉണ്ടെന്ന് പറഞ്ഞാലും നമുക്ക് ചിലപ്പോൾ ആ സമയത്ത് പ്രീ അപ്രൂവൽ കിട്ടും. പക്ഷെ ലാസ്റ്റ് സെറ്റിൽമെൻറ്റിൻ്റെ സമയത്ത് അവർ എല്ലാ ഡോക്യുമെൻറ്റ്സും ചെക്ക് ചെയ്ത് വരുമ്പോൾ 25,000 ബാക്കിയുള്ളൂ, ബാക്കി എൻ്റെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, നമ്മളിപ്പോൾ ഇവിടെ വെച്ച് മറിച്ചാലും അത് അവർ ചെക്ക് ചെയ്ത് വരുമ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തോട്ട് വരും. അപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് പോകും. അപ്പോൾ അതിലും ഭേദം നമ്മൾ ഓൾറെഡി പ്രിപ്പയർഡ് ആണ്, അതിനുള്ള പൈസ മാറ്റി വെച്ചാൽ നമുക്ക് ഒരു അത്ര വിഷമില്ലാണ്ട് ഹോസ്പിറ്റലിൽ നിന്ന്. പിന്നെ ഈ മോസ്റ്റ് ഓഫ് ദ പീപ്പിൾ ആൾക്കാർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു മെഡിക്കൽ എമർജൻസി വന്നു, ഇപ്പോൾ ബന്ധുക്കളും ആരാച്ചാൽ നമ്മുടെ സറൗണ്ടിങ്സിലുള്ളവർ നമ്മളെ കൊണ്ടൊരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആക്കുന്നു. അഡ്മിറ്റ് ആക്കി കഴിഞ്ഞിട്ട് അപ്പോൾ തന്നെ ഈ സർജറി വേണമെന്നൊക്കെ ഡോക്ടർ പറയുന്നു. അപ്പോൾ നമ്മൾ സർജറിയുടെ ചിലവൊക്കെ ചോദിക്കും ഡോക്ടറോട്. ഡോക്ടർ ഒരു 3 lakhs എന്ന് പറയും. പിന്നെ നമ്മളുടെ അടുത്തേക്ക് വരുന്നത് ഹോസ്പിറ്റലിന്റെ ഇൻഷുറൻസ് ആൾക്കാരായിരിക്കും. അവർ വന്നിട്ട് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുമ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ആ ഹോസ്പിറ്റലിൽ ഈ ന്യൂറോക്കുള്ള, ഫോർ എക്സാമ്പിൾ ന്യൂറോക്കുള്ള ഇല്ല, ഇൻഷുറൻസ് ഇല്ല. അപ്പൊ തന്നെ നമ്മൾ ഫോൺ എടുത്തിട്ട് വേറെ പല പല ഹോസ്പിറ്റലുകളിലേക്ക് വിളിക്കുകയാണ്. ആ സമയത്ത് മാത്രമാണ് നമ്മൾ പറയുന്നത് ഇന്ന ഹോസ്പിറ്റലാണ് ഇതിനുള്ളതെന്ന്. പിന്നെ അവിടെ നിന്നിട്ടുള്ള ഒരു നെട്ടോട്ടം ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരെയൊക്കെ ഇത് പറഞ്ഞ് ധരിപ്പിച്ച് എല്ലാവരും കൂടെ എടുക്കേണ്ട ഒരു തീരുമാനവും അറിവുമാണ്. അത് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ ഒരു ആക്സിഡന്റ് വല്ലതും വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബോധം പോയി, നമുക്ക് പിന്നെ ആർക്കും ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ പറ്റില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു ഓപ്ഷൻ, അപ്പോൾ ഉള്ള നെക്സ്റ്റ് ഓപ്ഷൻ റീഎംബേഴ്സ്മെന്റ് എന്ന് പറഞ്ഞ ഓപ്ഷനാണ്. ഇപ്പൊ നമുക്ക് അവിടെ ഇൻഷുറൻസ് ഇല്ലാന്ന് വെച്ചാൽ കയ്യിൽ നിന്ന് നമ്മൾ പൈസ കൊടുക്കേണ്ടി വരും. എന്നിട്ട് അവിടുന്ന് ബില്ല് ക്ലെയിം ചെയ്യാം. അതാണ് റീഎംബേഴ്സ്മെന്റ് എന്ന് പറയുന്നത്. നമ്മളിപ്പോ വീഡിയോ കണ്ടോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഇതെല്ലാം ഭയങ്കര നേരത്തെ പറഞ്ഞ എക്സ്പെൻസ് ആയിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ സാധാരണക്കാരൻ്റെ ഒരു ഫാമിലി, ഒരു അച്ഛനും 2 ഭാര്യയും 2 മക്കളും ഉള്ള ഒരാൾക്ക്, മാമിൻ്റെ ഒരു ഐഡിയ അനുസരിച്ച് ഒരു മാസം അല്ലെങ്കിൽ ഒരു പ്രീമിയം എമൗണ്ട് ആയിട്ട് എത്ര രൂപയുടെ മുതൽ ഒരു അത്യാവശ്യം കവറേജ് ഉള്ള ഒരു
പ്രോപ്പർ ആയിട്ടൊരു സാധനം എത്ര രൂപ, കമ്പനിയുടെ പേര് പറയണ്ട, ഒരു എത്ര എമൗണ്ട് ചിലവാക്കേണ്ടി വരുമോ? EMI ആയിട്ട് അടയ്ക്കാൻ പറ്റിയത്? EMI ആയിട്ട് അടയ്ക്കാൻ പറ്റിയത് ഇപ്പോൾ നമുക്ക് 5000 തൊട്ടുള്ളതുണ്ട്. ഞാനൊരു ഡീസെന്റ് ആയിട്ടുള്ള ഒരു ഒരെണ്ണത്തിന്റെ കാര്യം 5000 രൂപയ്ക്കകത്ത് ഈ പറഞ്ഞ അത്യാവശ്യം എല്ലാ കുറെ കവറേജും ഉള്ള ഇൻഷുറൻസ് കിട്ടും. പക്ഷെ നമുക്ക് കൂടുതൽ ഫെസിലിറ്റീസും കൂടുതൽ സാധനങ്ങൾ വേണം. ഇപ്പോൾ ക്യാൻസർ വേണം, ഇത് വേണം, അങ്ങനത്തെ കൂടുതൽ സാധനങ്ങൾ വേണമെങ്കിൽ അതിനനുസരിച്ച് കൂടുതൽ പൈസ കൊടുക്കണം. പിന്നെ നമുക്ക് എന്താ പറയുക, ഒരു അടിപൊളി ആശുപത്രിയിൽ പോയി ട്രീറ്റ്മെൻറ്റ് നടത്തണം. അപ്പോൾ അവിടെ അടിപൊളി റേറ്റും ആയിരിക്കും. അപ്പോൾ അതിന് പറ്റിയ ഇൻഷുറൻസ് നമ്മൾ ആദ്യം തന്നെ ഏജൻറ്റിനോട് പറയാം, ലുക്ക് എനിക്ക് ഈ ഹോസ്പിറ്റലിൽ പോയിട്ട് ഇന്ന കാര്യങ്ങൾ ചെയ്യണം, അപ്പോൾ അതിന് പറ്റിയൊരു ഇൻഷുറൻസ് എനിക്ക് പറഞ്ഞു തരുമെന്ന് ഞാൻ പറഞ്ഞു തരുമത്. നമ്മളിപ്പം ഇത് വരുമെന്ന് നമുക്ക് ഉറപ്പില്ലല്ലോ. ഈ ഒരു ക്യാൻസർ വരാൻ സാധ്യതയുണ്ടോ ഒന്നും നമുക്ക് പറയാൻ പറ്റില്ല. അസുഖങ്ങൾ എപ്പോഴാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും വരാം. പക്ഷെ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ എന്തൊക്കെ കാര്യങ്ങളാണ് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഏതൊക്കെ, ഇപ്പം നമുക്ക് പറയാം എനിക്ക് എല്ലാ അസുഖങ്ങളെയും വേണമെന്ന് പറഞ്ഞാലും അത്രയും നമുക്കൊരു എക്കണോമിക് പാക്കേജ് നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എല്ലാം കവറേജ് ഉള്ള, ബേസിക്കലി എല്ലാ ഇൻഷുറൻസും ഒരുമാതിരി എല്ലാം കവർ ചെയ്യും. പിന്നെ ഇപ്പോൾ ഈ സ്പെഷ്യലൈസ്ഡ് ക്യാൻസർ എന്ന് പറഞ്ഞപ്പോൾ അങ്ങനത്തെ കുറച്ചും കൂടെ എന്താ സ്പെഷ്യലൈസ്ഡ് പാക്കേജസ് പുറത്തിറങ്ങുന്നുണ്ട്. പിന്നെ ഇപ്പോൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇവിടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എല്ലാ വീട്ടിലും ഒരാൾക്ക് ക്യാൻസർ ആവുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അവർ അങ്ങനത്തെ ഇൻഷുറൻസ് അങ്ങനത്തെ പാക്കേജസ് കൊണ്ടുവരുന്നത്. അപ്പം നമ്മൾ ആലോചിക്കുക നമുക്ക് എന്താ വേണ്ടതെന്ന്. പൊതുവേ മാം കണ്ടിട്ടുള്ളതനുസരിച്ച് ആൾക്കാർ ചെയ്യുന്നൊരു തെറ്റെന്താണ്? ഒരു ഇൻഷുറൻസ് എടുക്കുമ്പോഴോ അല്ലെങ്കിൽ അത് പ്ലാൻ ചെയ്യുമ്പോഴോ എടുക്കുന്നൊരു മേജർ മിസ്റ്റേക്ക് എന്താണ്? ഒന്നെന്ന് പറഞ്ഞത് ചില ഇൻഷുറൻസുകൾ പൈസയും കുറവായിരിക്കും, ഭയങ്കര നല്ല പാക്കേജസ് ഒക്കെ തരും അവർ. പക്ഷെ ഞാൻ കണ്ടിരിക്കുന്ന ചില, ഐ വിൽ നോട്ട് നെയിം ദം, പക്ഷെ നമ്മുടെ ഇവിടെ വന്നതാണ്. ഞങ്ങൾക്കൊരു കുട്ടി വന്നിരുന്നു, ICUവിലായിരുന്നു, എന്നിട്ട് വെന്റിലേഷനും ഒക്കെ കൊടുക്കേണ്ടി വന്നു. പക്ഷേ ഇൻഷുറൻസ് അതിനെ റിജക്റ്റ് ചെയ്തു. പറഞ്ഞത് ഇത് വീട്ടിൽ ചെയ്യാൻ പറ്റിയൊരു ട്രീറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, റെപ്യൂട്ടേഷൻ ഓഫ് ദ ഇൻഷുറൻസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. മീൻസ് വലിയ പേഷ്യൻറ്റിനെയും ഹോസ്പിറ്റലിനെയും ബുദ്ധിമുട്ടിക്കാത്ത ഇൻഷുറൻസ്, യൂഷ്വലി അങ്ങനത്തെ ഇൻഷുറൻസുകൾ രണ്ട് കൂട്ടരെയും ഒരേപോലെ ബുദ്ധിമുട്ടിക്കും. പേഷ്യൻറ്റിനെയും ബുദ്ധിമുട്ടിക്കും, ഹോസ്പിറ്റലിനെയും ബുദ്ധിമുട്ടിക്കും. അപ്പം നമ്മൾ നോക്കേണ്ടത്, നമ്മുടെ ഫ്രണ്ട്സായിട്ട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഐഡിയ കിട്ടും. ഒരുമാതിരി എല്ലാവരും ഒന്ന് ആശുപത്രി കയറി ഇറങ്ങിയുകൊണ്ട് തന്നെ ആൾക്കാർ പറഞ്ഞുതരും ഇന്ന കാര്യങ്ങൾ നടന്നു. അതാ ഞാൻ പറഞ്ഞത്, ഇത് സാരി വാങ്ങിക്കാൻ പോണ പോലെയല്ല. ഒരു മാസം ഒന്ന് നമ്മളെല്ലാവരോടും ചോദിക്കുമ്പോൾ തന്നെ നമുക്കൊരു നല്ല ഐഡിയ കിട്ടും ഏതൊക്കെ ഇൻഷുറൻസുകളാണ് ഓരോന്ന് ചെയ്യുന്നതെന്ന്. അപ്പോൾ അതാണ് ആദ്യം നോക്കേണ്ടത്. രണ്ടാമത് നോക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ അവിടെ പലപ്പോഴും ആൾക്കാർ ഈ ഇൻവെസ്റ്റിഗേഷന് വരാറുണ്ട്, ഹെൽത്ത് ചെക്കപ്പും പിന്നെ MRI അതൊക്കെ ചെയ്യും. അപ്പോൾ എന്നോട് വന്ന് ചോദിക്കാറുമുണ്ട്, ഒരു റൂം എടുത്ത് തരുമോ കിടക്കാൻ, അപ്പോൾ നമുക്ക് കിടന്ന് എല്ലാ കാര്യങ്ങളും കണ്ടുപിടിക്കാമല്ലോ എന്ന്. അപ്പോൾ എനിക്ക് അവരോട് സ്നേഹം ഉള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും പറയുന്നത്, മാഡം അല്ലെങ്കിൽ സർ, ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. MRIക്ക് വേണ്ടി എടുക്കരുത്. എനിക്ക് നല്ലതാണ്, എൻ്റെ ഹോസ്പിറ്റൽ വളരെ നല്ലതാണ്, പക്ഷെ ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ MRI വല്ലതും ചെയ്തിട്ട് നിങ്ങൾക്കൊരു ഫൈൻഡിങ് കിട്ടിയില്ലെങ്കിൽ ഇൻഷുറൻസ് പറയുന്നത് എന്തിനാണ് ഞങ്ങളെ അഡ്മിറ്റ് ചെയ്തേ, അപ്പോൾ നിങ്ങളെ അപ്പം തന്നെ റിജക്റ്റും ചെയ്യും, നിങ്ങളുടെ കയ്യിൽ നിന്ന് ആ പൈസയും പോവും. ആ ദിവസത്തെ റൂം റെൻറ്റ്, നഴ്സിംഗ് ചാർജ്, ബാക്കി എല്ലാ ചിലവുകളും വെറുതെ നിങ്ങളുടെ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. എന്തെങ്കിലും കണ്ടുപിടിച്ചാൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ എൻഡ് ഓഫ് ദ ഡേ നമുക്ക് എല്ലാവർക്കും എന്താ വേണ്ട, ഒന്നും ഉണ്ടാവില്ലേ എന്നാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. എന്തെങ്കിലും ഉണ്ടാവുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ അത് കിടന്ന് യു ക്യാൻ ഡൂ ഇറ്റ്. അപ്പോൾ ഞങ്ങൾ തന്നെ അത് മാക്സിമം ഞങ്ങളുടെ ഡോക്ടേഴ്സും ഡിസ്കറേജ് ചെയ്യും. അത് വേണ്ട, ഡോണ്ട് ടേക്ക്, റൂം എടുക്കണ്ട, നിങ്ങൾ ഡേ ആയിട്ട് വന്ന് ചെയ്ത് പോകുമെന്ന് പറഞ്ഞിട്ട്. പിന്നെ ഫൈനലി ഇപ്പോൾ ഒരു ഇൻഷുറൻസ് എടുത്തു, നമ്മൾ തട്ടിപ്പിന് ഇരയായി, ഇതിനെതിരെ നമ്മൾ എവിടെയാണ് പോകേണ്ടത്? ഒരു റിഡ്രസൽ ഫോറമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഉണ്ട്, നമ്മൾ കൺസ്യൂമർ കോർട്ട് വെച്ച് സ്റ്റാർട്ട് ചെയ്യുക, പിന്നെ അത് കഴിഞ്ഞിട്ട് ഓംബഡ്സ്മാനിലോട്ട് പോവുക. അപ്പോൾ അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഇത്. ആദ്യം എപ്പോഴും നമ്മൾ ഇൻഷുറൻസിനൊരു മെയിൽ അയക്കുക. ഇപ്പം നമുക്ക് നല്ല ഏജൻറ്റ് ഉണ്ടെങ്കിൽ ഏജൻറ്റ് കുറേയൊക്കെ നമുക്ക് വേണ്ടി സംസാരിക്കും. ഇനി ഇത് ശരിയായില്ല എന്ന് വെച്ചാൽ നമ്മൾ കൺസ്യൂമർ കോർട്ടിൽ പോവുക, പിന്നെ ഓംബഡ്സ്മാൻ. അതാണ് അതിൻ്റെ രീതി.